ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് ഞാൻ. പിന്നെ മുരിങ്ങയുടെ ഇലയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയി. മുരിങ്ങയുടെ ഇല പൊട്ടിച്ചെന്നത് കട ഉപ്പയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടാണ്, ഉപ്പ അവിടെ ഷേവ് ചെയ്യായിരുന്നു, താടിയൊക്കെ ഇങ്ങനെ വരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാട് ചോദിച്ചു, ഇപ്പോൾ ഇത്തിരി മുരിങ്ങയുടെ ഇല പൊട്ടിച്ചായോ പറഞ്ഞു. ആ ഉപ്പ അതൊക്കെ അവിടെ വെച്ചിട്ട് മുരിങ്ങയുടെ ഇല കുറച്ച് പൊട്ടിച്ചു തന്നു. നമ്മുടെ തറവാട്ടിൽ തന്നെ കുറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞു എൻ്റെ. പിന്നെ കുറേ പാത്രങ്ങൾ കണ്ടില്ലേ കഴുകാൻ. കുട്ടികളും അങ്ങോട്ട് പോണ തിക്കും തിരക്ക് അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര തിക്കും തിരക്കായിരുന്നു ഒന്ന്. എന്താ പറയുക, എല്ലാം കൊണ്ടൊന്ന് നേരം വൈകി വെപ്രാളം പിടിച്ചിട്ടാണ് മക്കളെനൊക്കെ പറഞ്ഞയച്ചത്. പിന്നെ ഒക്കെ ഇന്ന് ഇവിടെ ഇല്ലയൊക്കെ കച്ചവടത്തിന് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരും ഒന്ന് പണിക്ക് പോകാനൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലോഡ് പോലെ ഇങ്ങനെ കിടന്നതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി എടുക്കുക. ഇപ്പോഴും വെള്ളം ആ പറമ്പിലേക്ക് ഒഴിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്പീഡിലൊന്നും അല്ല കേട്ടോ കഴുകണം. ഇങ്ങനെ കഴുകണം കാണുമ്പോഴേക്ക് കൊതിയാവും. അതേപോലെ ഇങ്ങോട്ട് കഴുകാൻ പറ്റിച്ചെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഇതൊക്കെ കൊണ്ട് കളയാൻ പോയതാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ തിരുമ്പണമുണ്ട്. ഈ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് തിരുമ്പണമുണ്ട്. പിന്നെ ഇന്നും നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കുറച്ച് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവൂലേ? അങ്ങനെ എനിക്കും കിട്ടിയിട്ടോ. കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ കുറച്ച് തുണികൾ ഇടുള്ളൂ. അതുപോലെ തന്നെ കാക്ക വന്നിരുന്നിട്ട് ആകെ മണ്ണാക്കുക. എന്താ ചെയ്യാം, പുറത്ത് തുണികൾ തോരിടാനും ഒരു പാകമില്ല. ഈ കാക്കോളനെ മെനക്കിട്ട് ആട്ടാനായിട്ട് തന്നെ ഇരിക്കുക. ആട്ടാനായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ കാക്കോള്. അപ്പോൾ അങ്ങനെ മീൻ നന്നാക്കണതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് ആ അഴക്കേമ്മ വന്ന് അങ്ങോട്ട് ഇരിക്കും. ഭ്രാന്ത് വരും കേട്ടോ. ഒന്നും തിന്നാൻ കൊടുക്കണ്ടെന്ന് വെച്ചാലും അവത്തേക്കും തിന്നണ്ടേ വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒന്നാമത് എവിടെ കൊണ്ട് കളിയല്ലേ. അപ്പോൾ വളപ്പുള്ള കാരണം രക്ഷപ്പെട്ടു. ആ വളപ്പ് ആ മതിലങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇതൊക്കെ കൊണ്ട് കളിയാന്ന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഇത്തിരി കടമുണ്ടും ഇത്തിരി വലുതൊക്കെ ഇങ്ങോട്ട് തോരിടും. മഴ വന്നാൽ പോയി ഓടിയെടുക്കാന്നുള്ള പാകത്തിന് വലുതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയി ഓടിയെടുക്കാമല്ലോ. ചെറുതൊന്നും ഞാൻ ഇടുന്നില്ല. മക്കളിലൊക്കെ ഞാൻ മുകളിൽ കൊണ്ടുപോയിടുക. പിന്നെ അഴക്ക രണ്ടെണ്ണം ഇവിടെ മുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഷീറ്റിൻ്റെ അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിട്ടിട്ട് ഉണക്ക തന്നെ. എന്നാലും ഡ്രസ്സൊന്നും ഇന്നലെ ഞാൻ വൈകുന്നേരം കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു കിട്ടാ, പടച്ചോനെ രണ്ട് വെയിൽ തന്നെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടും. ആകെ നനഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞാലും ഡ്രസ്സ് ഇട്ടാലും ഒന്നും ഒരു സുഖമില്ല. എന്തോ ഒരു അറപ്പ് പോലെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെയിൽ തെറിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു സുഖമല്ലേ? അപ്പോൾ ഇന്നലെ പറഞ്ഞ മാതിരി കുറച്ചൊന്നും മഴയൊന്നും തന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വിളിയുള്ള കേട്ടുല്ലോ എന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പട്ടിക്കുട്ടികളും ഇങ്ങോട്ട് ആ സ്കൂൾ വിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുണിയൊക്കെ പിടിച്ച് വലിച്ചിട്ട് ആകെ മണ്ണിലിട്ട് ഉരുട്ടുള്ള പേടിയിൽ വടിയൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, പട്ടിക്കുട്ടികളെന്നൊന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ് തോരട്ടിട്ട്. അപ്പോൾ ഒക്കെ അവർ ഇൻ്റർവെല്ലായി മൂത്രമൊഴിക്കാനും ഒക്കേനും ഇൻ്റർവെല്ലാക്കി വെക്കുക. അപ്പോൾ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കടലാസൊക്കെ കടിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. ഓരോ കുഴിയൊക്കെ ആക്കുന്നുണ്ട് അവർ. എന്തിനാണ് ഓരോ കുഴിയാക്കണത്? മണ്ണ് മാന്തുക, എന്തൊക്കെ വികൃതിത്തരം കാണിക്കുന്നുണ്ട്. ഭയങ്കര ശല്യമായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ മഴക്കാറ് ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ നല്ല വെയിൽ തന്നെയാണ്. ഇത്തിരി വെയിലൊക്കെ തന്നു. നല്ല വെയിലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തുണിയൊക്കെ ഉണങ്ങാനുള്ള വെയിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് തോരിടാൻ പോകുമ്പോൾ ഇക്ക വന്നേക്കുന്നു. ഇക്ക ഇന്ന് നേരത്തെ കച്ചവടം കഴിഞ്ഞു. ഇക്കാക്ക് ഇന്ന് അത്യാവശ്യം കുറച്ച് അൽഹംദുലില്ലാ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പോകുന്നു. കച്ചവടം ഇല്ലെങ്കിൽ ഇക്ക ഉച്ചയ്ക്കൊന്നും ചോറ് കഴിക്കാനൊന്നും വരില്ല. അപ്പോൾ ഇക്ക എന്നോട് ചോദിക്കുകയാണ്, ഇത് ഏത് വള്ളിഫേൻ്റെ കിട്ടിയിരിക്കണെന്ന്. അങ്ങനെ ഈ ബനി ഇട്ട് കഴിഞ്ഞ് ഇക്കാക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നാമത് ഇക്കാക്കും ഉണ്ട് കേട്ടോ. പിരിവിന് പോകുമ്പോൾ ഒരു ഷർട്ട് തന്നെ ഇടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഇഷ്ടമല്ലേ. അല്ല, ഈ ഷർട്ടൊക്കെ എപ്പോഴും പിരിവിന് പോകുമ്പോഴാണ്. ഇക്കയുടെ യൂണിഫോമാണ്. കളക്ഷന് പോകുമ്പോൾ ഇടാണ് യൂണിഫോമാട്ടോ. ഈ ഷർട്ട് ഇട്ട് പോയാൽ ഭയങ്കര ഐശ്വര്യം, അത്ര പോക്കറ്റിൽ നിറച്ച് കാശാണ് ഇക്കയുടെ വിശ്വാസം. അതേപോലെ ഞാൻ ഈ ബനി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അസുഖങ്ങൾ വരുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇക്ക. അപ്പോൾ അങ്ങനെ അതിട്ട് കണ്ടപ്പോൾ ഇത് ഏത് വള്ളിഫേൻ്റെ എന്നൊക്കെ ചോദിക്കുക എൻ്റെ അടുത്തേ. അപ്പോൾ ഞാൻ വള്ളിഫേൻ്റെ ഒന്നും അല്ല ഇത്, ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല അത്ര. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഓരോന്നൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ
ഇത് ഇവിടുന്നാന്നൊക്കെ ചോദിക്കുക. അത് കാരണം അറിയാണ്ട് പോലും ഇവിടെ കെട്ടുകാരന്മാരൊക്കെ വരും അങ്ങനെ മാക്സിക്ക് ടോപ്പൊക്കെ കൊണ്ടിട്ട് ഒരു ഡ്രസ്സ് പോലേക്ക് മേടിക്കാൻ പറ്റില്ല, അറിയാണ്ട് പോലേക്ക് മേടിക്കാൻ പറ്റില്ല കേട്ടാ. ഇങ്ങോട്ട് ഡ്രസ്സ് ഏതാ ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇത് കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടുന്നൊക്കെ ചോദിക്കും കേസ്. അത് കാരണം ഒന്നും കള്ളത്തരൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പം അങ്ങനെ മുളക് പൊടി മേടിച്ചു. എങ്ങനത്തെ മുളക് പൊടിയാണ് കഴിക്കണതാണാവോ ഒന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം മുളക് മേടിച്ച് വെയിലത്തിട്ട് ഉണക്കി പൊടിക്കണതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ആ ഒരു പറ്റില്ലല്ലോ ഈ മഴ കാരണം, എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും മുളക് പൊടി മേടിച്ചു. ഇനി നാളെ കൂട്ടാൻ വയ്ക്കലൊക്കെ ഉണ്ടാവുക. അപ്പോൾ നാളെ അറിയാം എങ്ങനെയെന്നൊക്കെ. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ എടുത്ത് ഇരുന്ന് ഊരാണ്. അപ്പോൾ മുരിങ്ങയുടെ ഇല കാരണം ഒരു ഭാഗത്ത് ലേശം നേരം ഇരിക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പുലിവാൽ കല്യാണ സിനിമയുണ്ട്. അവിടെ ഇരുന്ന് സിനിമ കണ്ട് നല്ല കോമഡി ആട്ടോ, നല്ല കോമഡി സീനുള്ള ഭാഗമായിരുന്നു. അപ്പോൾ നല്ല ചിരി ഇക്കാടടുത്ത് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് മുരിങ്ങയുടെ ഇല ഇരുന്ന് ഊരാണ് കേട്ടോ. കുറേ ആയി മുരിങ്ങയുടെ ഇല കൂട്ടാൻ വെച്ചിട്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇല ഒന്നാമത് പഴുത്തിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. പക്ഷെ ഇത് മുകളിൽ നിന്ന് ഇപ്പോൾ തോട്ടിയൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച് തന്നു. നല്ല ടേസ്റ്റൊക്കെ ചിലർ നാളികേരമൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണാം. അപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കും ഒന്നും നാളികേരം ഒഴിച്ചിട്ടുള്ള കൂട്ടാൻ ഇഷ്ടമല്ല കേട്ടോ. മുരിങ്ങയുടെ ഇല ഉള്ളി മുളകും കുത്തി തൂമിക്കണതാണ്. ഒരു 2 മണി പരിപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളി മുളകൊക്കെ കുത്തി തൂമിക്കില്ല. ഞാൻ കാണിച്ചു തരാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെയൊക്കെ പോയിട്ടുണ്ട്, വേറെ എവിടേക്കും അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്നും വിളിക്കും. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കും, ഉമ്മാനൊന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ പട്ടിക്കുട്ടികളും ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടോളേട്ടെ, ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഗ്യാസിൻ്റെ വിരൽ കുത്താൻ പോവുക പറഞ്ഞിട്ട്. ഒക്കെ സംഭവം എന്തൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു വെക്കാണ്ട് ഗ്യാസിന് കൈ കുത്താൻ പോവും, ഇങ്ങനെ കൈ വിരൽ വെക്കാൻ പോവാണ് എന്നൊക്കെ പറയാൻ എന്തോ പറയും, ഞാൻ മറക്കത് എന്താന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ്, ഈ വിരൽ വെച്ചോ വെച്ചിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൈവിരൽ വെച്ചോ, ഞാൻ കൈവിരലും വെച്ചിട്ടില്ല കാലുവിരലും വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്ന് പോയില്ല. അത് കാരണം ഞാനൊന്ന് പോകണ്ടിട്ടാ. കുറേ ആയി പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പം പട്ടി വന്നിട്ട് അവറ്റയ്ക്ക് പാലൊക്കെ കൊടുത്തിട്ട് പോയി. അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടോ, ഞങ്ങൾ കാണുന്നില്ല. അതൊക്കെ ഭയങ്കര ശല്യം കേട്ടോ ഗേസ്. അപ്പം അങ്ങനെ ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട്. എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇക്കാട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. ഉമ്മ പോയില്ല, ഉമ്മ നാളെ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പും ഒക്കെ വെന്ത് മുരിങ്ങയുടെ ഇലയൊക്കെ ഒന്ന് വെന്ത് ഉള്ളിമുളകൊക്കെ ഇട്ട് തൂമിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇടുമ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ പൊള്ളി, ഇപ്പോൾ പൊള്ളൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. എന്നാൽ കാല് പൊള്ളിയാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൊള്ളൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ തേൻ കാണിക്കുന്നത് ഇപ്പം വിറക് വെട്ടുമ്പോൾ വിറകിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ തേനാട്ടാ, നല്ല ഒറിജിനൽ തേനാണ്. അപ്പോൾ ഉപ്പ തന്നതാണ്, എടുത്ത് വെച്ചോ കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് വെയിലത്ത് വെക്കണം, വെയിലത്ത് വെച്ചിട്ട് അടച്ച് വെക്കണം. അത്ര അതിന് വെയിലെവിടെ, ഇങ്ങനെ ഇരുന്ന് തന്നെ നാശമായി പോകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ. ഒന്നാമത് എവിടെ വെക്കുക, ഈ പട്ടിക്കുട്ടികൾ കാരണം ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റില്ല. ഒക്കെ ചെരുപ്പായാലും അത് തുണി പോലും തോരിടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എവിടുന്ന് കുറച്ച് ഈ പട്ടിക്കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് പിടിച്ചു കൊണ്ടേ മതി. ഒത്തിരി ശല്യമായി തുടങ്ങിയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അവറ്റ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, എന്നാലും ഇത്തിരി ശല്യമായി തുടങ്ങണു. അങ്ങനെ പുളി തൂമിച്ചേന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കിയതാട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ചമ്മന്തി. അപ്പോൾ ഇക്കാക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചോറൊക്കെ നേരത്തെ കഴിച്ചു. ഇന്ന് ഒക്കെ നേരത്തെ ആയിട്ടാണ്, മുരിങ്ങയുടെ ഇലയല്ലേ വേഗം ആവും. അപ്പോൾ എൻ്റെ ചോറേക്കലൊക്കെ കഴിഞ്ഞ് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുന്ന് ചോറ് കഴിക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കുത്താൻ പോവാം. കൈ കുത്താൻ പോണതിന് എന്താ പറയുകയെന്ന് എപ്പോഴും മറക്കുക ഞാൻ. എൻ്റെ നാവിൻ്റെ തുമ്പത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളേട്ടാ. നിങ്ങളൊക്കെ അതൊക്കെ ചെയ്താൽ എനിക്കതൊന്നും അറിയില്ല. ഇങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ താത്താരൊക്കെ പോണ് കാണാം. അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ഇത് മറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മ എന്നോട് ചോദിക്കുക ഈ കൈ കുത്തി. അപ്പോൾ ഞാനും കൈയും കുത്തിയിട്ടില്ല കാലും കുത്തിയിട്ടില്ല എന്ന് ഉമ്മയുടെ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ചീരി വരികയാണ് അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ കൈ കുത്തണത് ഒരാൾ കൈ കുത്തണത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ നല്ല വൈബ്, പാടൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. എനിക്ക് കാറിനെക്കാട്ടും കൂടുതലിഷ്ടം ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. ലോങ് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഗേറ്റ് അടച്ചിട്ടുണ്ടാവല്ലേ. എങ്കക്കാട് ഗേറ്റ്, നിങ്ങൾ എങ്കക്കാട് സ്ഥലം കേട്ടിട്ടുണ്ടാവും, ഇവിടെ ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അത് അടച്ചിട്ടുണ്ടാവല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ സംഭവം അടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും തടസ്സമൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കണം കുറച്ച് നേരം, പിള്ളേർ വരുമ്പോഴത്തേനും വീട്ടിലെത്തണ്ടേ. അപ്പോൾ അല്ലേ കുറച്ച് തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാനും കൈ കുത്തണത് ഒരാളിങ്ങനെ കൈ ഇങ്ങനെ അമർത്തുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ പേരിലാണ് ഗ്യാസ് എടുത്തേക്കണത്, അപ്പോൾ ഞാൻ തന്നെ വരണം. അപ്പോൾ ആൾ ഇങ്ങനെ ഫോണിൽ കണ്ടില്ലേ, ആ ചേട്ടൻ എന്താ കൈ ഇങ്ങനെ വെക്കേണ്ടിട്ടാ. അപ്പോൾ ഞാനതുപോലെ കൈയൊക്കെ വെച്ച് ഫസ്റ്റിൽ വെച്ചപ്പോൾ ശരിയായില്ല, രണ്ടാമത് വെച്ചപ്പോൾ ഒന്ന് ശരിയായിട്ടാ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഒന്ന് മേടിച്ചു, കടച്ചക്ക വാങ്ങി. കടച്ചക്ക കൂട്ടാൻ വയ്ക്കാൻ നൈസായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഉമ്മാനൊത്തൊന്നും ചോദിച്ചു നോക്കണം എങ്ങനെ കൂട്ടാൻ വയ്ക്കുകയെന്ന്. ഒരു ഇറച്ചി മസാല വെപ്പ് പോലെ വയ്ക്കുന്നുണ്ട് ഉമ്മ. ഞങ്ങളെ കുന്നത്തെ വീട്ടിലാകുമ്പം അവിടെ കടച്ചക്ക ഉണ്ടല്ലോ, അപ്പം ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മാനെ ഒന്ന് വിളിച്ച് ചോദിക്കണത് എങ്ങനെ വയ്ക്കുകയെന്ന്. അപ്പോൾ പയർ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈസയ്ക്ക്, അപ്പോൾ അത് വാങ്ങി. പിന്നെ ഞാവൽപ്പഴമില്ലേ, അതും മേടിച്ചിട്ട് എന്ത് രസമല്ലേ ഇങ്ങനെ കാണാൻ. അപ്പോൾ ഞാനിത് മുന്തിരി പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എടുത്ത് തരുന്ന ആൾ ചേട്ടൻ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളടുത്ത് കുന്നത്തെ വീട്ടിൽ ഈ ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തോരട്ട് ഡ്രസ്സൊക്കെ തോരുന്ന സ്ഥലത്ത് തന്നെയാണ് മുറ്റത്ത്. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സുമിക്കൊക്കെ വീഴുട്ടാ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അന്ന് കഴിച്ചത് തന്നെ, പിന്നെ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും കിട്ടണത്. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് ഒരെണ്ണം കഴിച്ച് നോക്കുകയാണ്, രണ്ടെണ്ണമൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടാണ്. രണ്ടെണ്ണം എന്നല്ല കുറേ കഴിച്ചിട്ട് ഞാനും കുട്ടികളൊക്കെ. അപ്പോൾ ഒരു കറ പോലെയൊക്കെ ഉണ്ട്, കഴിക്കാൻ നല്ല രസമാണ്. ഗർഭിണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി സംഭവം. അങ്ങനെ ഇക്കാക്ക് വേണോ ചോദിക്കുക, അപ്പോൾ ഇക്കാക്ക് വേണ്ട, അത്രയും ഞാൻ കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പപ്സ് മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. എന്താ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ, ലൈക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാനിന്ന് ഒരെണ്ണം കഴിച്ചു നോക്കിയതാണ്, നല്ലൊരു പണ്ടത്തെ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയി ഞാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീടൊക്കെ ഒന്ന് ഓർത്തത് കഴിച്ചപ്പോൾ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം.